ഭാഷ മനസ്സിലാക്കാനായിട്ട് കുട്ടികളെ എങ്ങനെ സഹായിക്കാം, അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. Hi all, my name is Luthi. I am working as a speech language pathologist at Blossom Valley Child Development Center. ഫസ്റ്റ് വരുന്ന പോയിന്റ് ആണ് ലിസൺ ടു ദി എൻവയൺമെൻറ്റ്. നമുക്ക് ചുറ്റിനും പലതരം ശബ്ദങ്ങൾ നമ്മൾ ഡെയിലി കേൾക്കാറുണ്ട്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ബേർഡ്സിൻ്റെ സൗണ്ട്സ് ആകാം, ആനിമൽസിൻ്റെ സൗണ്ട്സ് ആകാം, അതേപോലെ തന്നെ വെഹിക്കിൾസിൻ്റെ സൗണ്ട്സ്. ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുത്തിട്ട് അവർക്കത് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് നമ്മളും കൂടി അത് ഇമിറ്റേറ്റ് ചെയ്യുകയും അവരെ കൊണ്ട് തിരിച്ച് ഇമിറ്റേറ്റ് ചെയ്യാനും കൂടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുള്ളതായിരിക്കും. മെയിൻറ്റെയിൻ ഐ കോണ്ടാക്റ്റ്. കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കണ്ണിൽ നോക്കി സംസാരിക്കുക. അത് നമ്മൾ അങ്ങോട്ട് കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് മാത്രമല്ല, കുട്ടി തിരിച്ചും നമ്മുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എൻജോയ് മ്യൂസിക് വിത്ത് ദം. അതായത് ഇപ്പം പാട്ട് കേൾപ്പിച്ചു കൊടുക്കുക, അതിനനുസരിച്ച് നമ്മളും അവരുടെ കൂടെ കൂടി കുറച്ച് സ്റ്റെപ്സ് ഇടുക, ആ പാട്ട് തിരിച്ച് പാടാനായിട്ട് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക. അപ്പോൾ കുട്ടികൾക്ക് നമ്മുടെ കൂടെ കൂടി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത് അവരെ സഹായിക്കും. അവർക്ക് അവരുടെ സ്വന്തം പേര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പെറ്റ് നെയിംസ് ഉപയോഗിച്ചിട്ടാണ് അവരെ കൂടുതൽ നമ്മൾ വിളിക്കാറ്. അങ്ങനെ വരുമ്പോഴത്തേക്കും പെറ്റ് നെയിംസ് മാത്രമായിട്ട് അവരത് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും. അതായത് ഇപ്പം നമുക്ക് അവരുടെ ഒഫീഷ്യൽ നെയിം അവർക്ക് മനസ്സിലായി എന്ന് വരത്തില്ല. എപ്പോഴെങ്കിലും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ പെറ്റ് നെയിം മാത്രം വിളിച്ച് നമ്മൾ തുടർന്ന് പോവുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഒഫീഷ്യൽ നെയിം മനസ്സിലായി എന്ന് വരത്തില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അവരുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ അവർക്ക് ഡീറ്റെയിലി അവരുടെ ചുറ്റിനും എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതായത് ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണെന്ന് വെച്ചോ, അപ്പം അവിടെ നമുക്ക് ഭക്ഷണം പറഞ്ഞു കൊടുക്കാം. അതായത് അവർ കഴിക്കുന്ന സാധനം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം, എന്തിൽ വെച്ചിട്ടാണ് അവരത് കഴിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ ഇപ്പോൾ ഫുഡ് കാണും, അതേപോലെ തന്നെ പ്ലേറ്റ്, സ്പൂണ്, ഗ്ലാസ് എവിടെ ഇരുന്നാണ് കഴിക്കുന്നത്, ടേബിളിൻ്റെ മേളിൽ വെച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നത്, ചെയറിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, അതേപോലെ തന്നെ അവിടെ ലൈറ്റ് ഉണ്ടാവും, ഫാൻ ഉണ്ടാവും, പല കാര്യങ്ങൾ. പിന്നെ നമുക്ക് അവിടെ നിന്ന് കളേഴ്സ് പറഞ്ഞു കൊടുക്കാം, ഷേപ്സ് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഒരു കാര്യത്തിൽ നിന്ന് അവരെ പഠിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും.